നാടൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇത് ചക്ക സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കാണ്ട് എങ്ങനെയാണ്? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ഇടിച്ചക്കത്തോരനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിലെ പ്ലാവിൽ നിന്ന് നല്ലൊരു ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കാലമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇടിയൻ ചക്ക വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ എങ്ങനെയാണ് ഇടിച്ചക്ക തോരൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചക്കയൊക്കെ സംഭവം കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിന് മുൻപായിട്ട് ഇതൊരു വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ, നന്നായി പശയൊക്കെ വരും. അപ്പോൾ വല്ല ടിഷ്യോ നമ്മുടെ ചകിരിയുടെ ഇതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വൃത്തിയാക്കുന്ന സമയത്ത് നന്നായിട്ട് പശയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിത് ചെറിയ മുറത്തിലാണ് എടുത്തിരുന്നത്. പക്ഷേ അത് ശരിയാവില്ല, കാരണം നിറയെ പശ അതിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി ചെറിയൊരു പേപ്പറിൻ്റെ മുൻപത്തെ വർഷത്തെ ഒരു കലണ്ടറിൻ്റെ ഒരു കഷ്ണമൊക്കെയാണ് കേട്ടോ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചക്കയെ നമുക്ക് ആദ്യം ഇങ്ങനെ മുറിച്ചെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. ഇനി ഇതിനെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ മുറിക്കാം. പിന്നെ അതിനെ വീണ്ടും ചെറുതാക്കി മുറിക്കാം. എന്നിട്ട് ആദ്യം ചക്കയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇങ്ങനെ പതുക്കെ ചെത്തിയെടുക്കണം. ഇതും കൂടി മുറിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു ഭാഗത്തിന് കട്ടി കൂടുതലാണെങ്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ചെത്തിയെടുക്കാം. അതല്ല കുറച്ചും കൂടി കട്ടി കുറഞ്ഞ ചക്കയാണ്, വളരെ ചെറുതാണെങ്കിൽ അത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് എല്ലാത്തിനെയും മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിനെ നമുക്ക് ഒന്നുകിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം, അതല്ലെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ, ഒരുപാട് ഇട്ട് വേവിക്കരുത്. നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ കുക്കറിൽ വേവിക്കുന്നത് പോലെയല്ല ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റുമ്പോൾ. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. പക്ഷേ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വേവിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വേവിക്കുന്നത് കേട്ടോ. വല്ലാതെ ഉടഞ്ഞു പോവില്ല ഇഡ്ഡലി ചെമ്പിൽ വേവിക്കുമ്പോൾ. കുക്കറിൽ നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നന്നായി വെന്തുടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. നന്നായി വേവുക എന്ന് പറഞ്ഞാൽ വെന്തുടയില്ല, എന്നാലും നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചക്ക ഏകദേശം ഒന്ന് ശരിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഈ ചക്കയെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ചതച്ചെടുക്കണം. ചക്ക ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരിക്കലും ഇത് മിക്സിയിൽ ഇട്ടിട്ട് ചതച്ചെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ, കാരണം വല്ലാതെ ഉടഞ്ഞു പോവും. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നുണ്ടത്. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. മിക്സിയിലാവുമ്പോൾ അതൊന്ന് അരഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ചതകല്ലിലിട്ടിട്ട് അല്ലെങ്കിൽ അമ്മയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇത് ശരിയാക്കി എടുക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ്. നല്ല ക്ഷമ വേണം കേട്ടോ. നമ്മൾ ഇടിച്ചക്കയൊക്കെ തോരനുണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചതച്ച് എടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് അവിടെ ഇവിടെയും പിടിക്കാൻ പാടില്ല. മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കയിലൊക്കെ ഉപ്പൊക്കെ തിരുമ്മി നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരൻ തയ്യാറാക്കാം. നമ്മുടെ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 10-20 ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു മുറി തേങ്ങ ചെരുകിയത്. എത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇടിച്ചക്ക തോരനൊക്കെ രുചി കൂട്ടുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂട്ടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പില നല്ലതാണ്. അപ്പോൾ കറിവേപ്പില കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നിറയെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുളകൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരല്പം മാത്രം പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു പ്രത്യേക രുചി ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.